ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമോട്ടീസ് കാവന്നൂർ. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്നുള്ളത് ഒരു BS6 350 ആണ്. ES ആണ്. സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടിയാണ് കേട്ടോ. നോക്കുക. അപ്പം ഒരുപാട് ആളുകൾ നമ്മൾ കമൻറ്റ് ചോദിക്കുന്നതാണ്. ഞാൻ ഇതിന് മുമ്പ് 350 ESൻ്റെ ഒരു ക്രാങ്ക് വെയ്റ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരും തെറ്റിദ്ധാരണയുണ്ട്, സെൽഫ് സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് ക്രാങ്ക് വെയ്റ്റ് കുറവാണോ എന്നുള്ളത്. അതിൻ്റെ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുക എന്നുള്ളതാണ് ഈ വീഡിയോയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം എത്രത്തോളം ലോ സ്പീഡ് കപ്പാസിറ്റി പോകുന്നുള്ളത്. ആദ്യം മനസ്സിലാക്കേണ്ടത് ക്ലാസിക്കിൻ്റെ ക്രാങ്ക് ആണെങ്കിൽ ഒരിക്കലും 50ൻ്റെ താഴോട്ട് 4th സ്പീഡിൽ പോവില്ല. അല്ല, 5ാമത്തെ ഗിയറിൽ 50ൻ്റെ താഴോട്ട് ഓടില്ല. 50ൻ്റെ മുകളിലേക്ക് മാത്രമേ ക്ലാസിക്കിൻ്റെ ക്രാങ്കാണ് വണ്ടി ഓടുള്ളൂ. അതെങ്ങനെയാണ് ഓടിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഇടയിൽ കിടക്കാം. സെൽഫ് സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ ക്രാങ്ക് വെയ്റ്റ് കുറവുണ്ടോ എന്നുള്ള ഒരുപാട് ആളെ സംശയമുണ്ട്. അപ്പോൾ അതിന്ന് സാധാരണ സെൽഫ് സ്റ്റാർട്ട് ക്ലാസിക്കിൻ്റെ ക്രാങ്കാണ്, ഒരിക്കലും ഇത് 50ൻ്റെ താഴോട്ട് ടോപ്പ് സ്പീഡിൽ പോകില്ല കേട്ടോ. അപ്പോൾ ക്ലാസിക്കിൻ്റെ സ്വഭാവം തന്നെ അതന്നെയാണ്. ഹൈ സ്പീഡ് കപ്പാസിറ്റിയാണ്, ലോ സ്പീഡ് കപ്പാസിറ്റി കുറവാണ്. അപ്പം ടോപ്പ് സ്പീഡിൽ 50ൻ്റെ താഴോട്ട് ക്ലാസിക്കിൻ്റെ ക്രാങ്ക് ആണെങ്കിൽ ഈ വണ്ടി ഓടില്ല. അപ്പോൾ അത് ഞങ്ങൾ കാണിച്ചു തരികയാണ്. നമ്മൾ ഒരുപാട് പേരോട് പറഞ്ഞിട്ട് അവർക്കൊന്നും അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള മാതിരി എനിക്ക് തോന്നുന്നു. നമ്മൾ പേഴ്സണലായിട്ട് വണ്ടി എഞ്ചിൻ അയച്ചിട്ട് അതിൻ്റെ ക്രാങ്കിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും ആധികാരികമായിട്ട് പറയുന്നത്. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ ക്രാങ്ക് വെയിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സെൽഫ് സ്റ്റാർട്ട് ആകുമ്പം ക്ലാസിക്കിൻ്റെ ക്രാങ്ക് വെച്ചാണ് ഓടുന്നത് എന്നുള്ളതാണ് പല ആളുകളും തെറ്റിദ്ധാരണ. പക്ഷെ ഇതങ്ങനെയല്ല. കറക്റ്റ് 35-40 സ്പീഡിൽ ടോപ്പ് സ്പീഡിൽ വണ്ടി പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കുക, മീറ്ററിലേക്ക് നോക്കുക. വണ്ടി ഇപ്പോൾ ടോപ്പ് സ്പീഡിലാണുള്ളത്. അത് പില്ലൻ റൈഡേഴ്സോട് കൂടെയാണ് പോകുന്നത് കേട്ടോ. സിംഗിൾ റൈഡല്ല, സോളോ റൈഡല്ല, പില്ലൻ റൈഡേഴ്സ് ഉണ്ട്. 2 പേരാണ് വണ്ടിയിൽ പോകുന്നത്. അത്രയധികം കിലോമീറ്റർ ഓടിയ വണ്ടിയൊന്നുമല്ല. എന്നാലും ഒരു കുറച്ചും കൂടെ ഒരു 10,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ വണ്ടി പക്ക ഫ്രീ ആവും. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് തീരുമാനിക്കുക നിങ്ങൾ. അതായത് BS6 350 ES ക്രാങ്ക് വെയിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതൊക്കെ വളവായതുകൊണ്ട് തന്നെ ഗിയർ ചേഞ്ചിങ് ആവശ്യം. ഗിയർ ചേഞ്ചിങ് നമുക്കൊരു 90% ഒഴിവാക്കട്ടെ. ഒരു റൈഡിങ്ങിലൊക്കെ ഗിയർ ചേഞ്ചിങ് ആവശ്യമില്ല. ഒരു 35 സ്പീഡിലേക്ക് പോയാലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഗിയർ ചേഞ്ചിങ് ആവശ്യമില്ലാതെ വണ്ടി നമുക്ക് തിരിച്ച് സ്പീഡ് അപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ക്ലാസിക്കിൻ്റെ പോലെ തന്നെ വല്ലാതെ ഗിയർ ചേഞ്ചിങ് ഇതിന് ആവശ്യം വരില്ല. അപ്പോൾ മീറ്ററിലേക്ക് നോക്കുക. 40ൻ്റെ മുകളിലേക്ക് വണ്ടി ടോപ്പ് സ്പീഡിൽ ഞാൻ കൊണ്ടുപോകുന്നതല്ല വണ്ടി. ഞാൻ ലോ സ്പീഡിൽ വണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എപ്പോഴും നമ്മൾ റൈഡിങ്ങിൻ്റെ എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലോ സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോഴാണ്. ഹൈ സ്പീഡിൽ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ടു പോയിൻ്റ് വരെ എത്താൻ വേണ്ടി, ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി ഉപയോഗിക്കാൻ നല്ലത്. റൈഡിങ്ങിൻ്റെ എൻജോയ്മെൻറ്റ് നമുക്ക് കിട്ടില്ല. റോയൽ എൻഫീൽഡിൻ്റെ മെയിനായിട്ട് നമ്മളൊരു റോയൽ എൻഫീൽഡ് എടുക്കുന്ന ആളുകളുടെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം അത് തന്നെയാണല്ലോ. ഇത് കണ്ടില്ലേ, 30 സ്പീഡിലാണ് പോണത്. ഇപ്പോൾ 35 സ്പീഡിൽ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടുകൂടി സാധാരണ ESൻ്റെ 350 ESൻ്റെ ബേസിക്കലി സ്റ്റാൻഡേർഡ് എന്ന് ഞാൻ പറയും. ആ ഒരു വണ്ടിയുടെ സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടിക്കും സെയിം ക്രാങ്ക് വെയിറ്റിനാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്തിട്ട് വാട്സപ്പ് ചെയ്തിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് സെൽഫ് സ്റ്റാർട്ട് വരുന്നതുകൊണ്ട് അതിന് ക്ലാസിക്കിൻ്റെ ക്രാങ്കാണ് കൊടുത്തേക്കുന്നത്, സ്റ്റാൻഡേർഡിൻ്റെ അല്ല എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്.
BS6 BS6-ൻ്റെ ചെറിയൊരു കെയറിങ് കൂടുതൽ ആവശ്യമുണ്ട് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ട് ഡിസ്ക് ബ്രേക്ക് എന്ന വലിയൊരു അഡ്വാൻറ്റേജാണ് വണ്ടി കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ മൈലേജും സ്മൂത്ത്നെസ്സും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റോയൽ എൻഫീൽഡ് ട്രഡീഷണൽ എഞ്ചിൻ്റെ ഒരു അവസാനത്തെ ഒരു അവസാനത്തെ ഒരു വണ്ടിയാണ് ഈ ഒരു ES എന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന 350. പിന്നെ ഇതിന് ശേഷം കംപ്ലീറ്റ് J സീരീസിലേക്ക് വണ്ടി കമ്പനി മാറിയതുകൊണ്ട് തന്നെ റോയൽ എൻഫീൽഡിൻ്റെ തനതായ എല്ലാ പഞ്ചും കിട്ടുന്ന ആ ഒരു ട്രഡീഷണൽ എഞ്ചിനിൽ നിന്ന് മാറിയിട്ട് ഇപ്പം ന്യൂജൻ എഞ്ചിനിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അവസാനത്തെ കണ്ണിയാണ് ഈ വണ്ടി. മാർക്കറ്റിൽ ഈ EFI വണ്ടികൾ കുറച്ച് ഡിമാൻഡ് കുറയാനുള്ള കാരണം അത് അതിനോടുള്ള ഭയം കൊണ്ടാണ്, സർവീസിൻ്റെ ഭയം കൊണ്ടാണ്. ഇത് നമുക്ക് ആളുകൾ ഭയപ്പെട്ടിട്ട് ഇതിൻ്റെ പുറകെ ഒന്ന് വേഗം പോകാനുള്ള കാരണം. ഒരുപാട് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു പൊതുവേ ഒരു ഉദാഹരണം എല്ലാവരും വന്നെത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഈ ഒരു വണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത് അതിനനുസരിച്ച് കെയർ ചെയ്ത് കൊണ്ടെടുക്കുക എന്നുള്ളത്. കെയർ ചെയ്യാതെ കൊണ്ടെടുക്കുമ്പോൾ മാത്രമേ ഒരു വിഷയം വരുന്നുള്ളൂ. നോക്കത് ഹൈവേ റൈഡിങ് ആണ്. 40ൻ്റെ മുകളിലേക്ക് ആ വണ്ടി കൊണ്ടുപോകുന്നില്ല. ചെറിയൊരു കയറ്റാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടുന്നത് കേട്ടോ. അതായത് 35ലേക്ക് വണ്ടി താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതേ ഗിയറിൽ നമുക്ക് വണ്ടി സ്പീഡ് അപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ല വണ്ടിയാണ് സ്റ്റാൻഡേർഡ് ES. കാരണം കെയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ES സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്, ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, സ്റ്റാൻഡേർഡിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. ക്രാങ്ക് വെയിറ്റ് ഉണ്ട്, ലോ സ്പീഡിൽ പോകാൻ പറ്റും, അത്യാവശ്യം ഹൈ സ്പീഡിൽ വണ്ടിക്ക് എടുക്കാൻ പറ്റും. കാരണം ഓവർ ഹൈ സ്പീഡൊന്നും നമ്മൾ ഹൈവേയിൽ ഇപ്പോൾ ആവശ്യമില്ലല്ലോ. നമുക്കത്ര സ്പീഡ് എടുത്ത് പോകാനുള്ള റോഡൊന്നും ഇപ്പോൾ നിലവിൽ നമ്മളെ ഏരിയയിലില്ല. ഇത്രയും വാഹനങ്ങളുടെ അതിപ്രസരമാണ് ഇപ്പോൾ റോഡിലൊക്കെ. എൻജിൻ ബ്രേക്കിങ്ങിനെ വെച്ച് പറയുകയാണെങ്കിൽ 40 സ്പീഡിൽ എൻജിൻ ബ്രേക്കിങ് ക്ലാസിക്കിനേക്കാൾ എൻജിൻ ബ്രേക്കിങ്ങിൽ വണ്ടിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. റോയൽ എൻഫീൽഡിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനലിലൂടെ എനിക്ക് അറിയാവുന്നതാണ്. എൻ്റെ സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതേമാതിരി റിവ്യൂസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും റോയൽ എൻഫീൽഡ് A to Z ആണ് ഞാൻ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. വണ്ടി ഉപയോഗിക്കുന്നവർക്കും വണ്ടി വർക്കെടുക്കുന്നവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ഫുൾ അപ്ലോഡ് ചെയ്യുന്നു. നോക്കട്ടെ, 30-നോടടുത്ത് ആണ് ഈ വണ്ടി. ഇപ്പം 35 സ്പീഡിലാണ് പോകുന്നത്. സ്റ്റാൻഡേർഡ് ES 350 എന്നുള്ള പക്ക സ്റ്റാൻഡേർഡ് വണ്ടിയിൽ സെൽഫ് കയറ്റിയൊരു വണ്ടിയാണത്. സെൽഫ് സ്റ്റാർട്ടും ഡിസ്പ്ലേക്ക് ആഡ് ചെയ്ത് ABS ആഡ് ചെയ്തൊരു വണ്ടിയാണ്. ആ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ചെന്ന് കാണുക. വീണ്ടും കൊണ്ട് പറഞ്ഞ് ഞങ്ങളെ ബോറടിപ്പിക്കുന്നില്ല.